നെക്സ്റ്റ് ഈസ് മാസ് എനർജി റിലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്. മാസ് എനർജി തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആക്ച്വലി എനർജി ഈസ് എ ഡിഫറെൻറ്റ് ഫോം ഓഫ് മാസ്, അല്ലെങ്കിൽ മാസ് ഈസ് എ ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്തിനാണ് നമ്മൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഫോർമുലയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ആദ്യമേ തന്നെ പഠിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണമല്ലോ. എനർജി ഈസ് ഗിവൺ ബൈ എം ഇൻറ്റു സി സ്ക്വയർ. അതായത് മാസ് തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് എനർജി, അതായത് ദ എൻറ്റയർ മാസ് എം ഈസ് കൺവേർട്ടഡ് ടു എനർജി ആണെങ്കിൽ ആ എനർജി, ആ എം എന്ന് പറഞ്ഞ മാസിനെ കംപ്ലീറ്റ്ലി എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്ന എനർജി കാണാനുള്ള ഫോർമുല എം സി സ്ക്വയർ ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ വാക്യൂം വിച്ച് ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ബൈ ഹാർട്ടാക്കി വെക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പഠിക്കാം. ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് അപ്രോക്സിമേറ്റ്ലി മാസ് ഓഫ് എ പ്രോട്ടോൺ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി മാസ് ഓഫ് എ ന്യൂട്രോൺ അല്ലേ. ഒരു ആറ്റോമിക് മാസ് യൂണിറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് ഒരു പ്രോട്ടോണിന് ഞാൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു, എന്ത് എനർജി കിട്ടും? മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബൈ ഹാർട്ട് ആക്കണം. അതിൻ്റെ ഡെറിവേഷൻ കൂടിയും പറഞ്ഞുതരാം. സപ്പോസ് ലെറ്റ് എം ഈക്വൽ ടു 1 ആറ്റോമിക് മാസ് യൂണിറ്റ്. ഇതിന് ഞാൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം, പ്രൂഫ് ഉൾപ്പെടെ അറിഞ്ഞിരിക്കണം. നോട്ട് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് 1.660539 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. 1.66 എടുത്താലും മതിയാവും അപ്രോക്സിമേറ്റ്ലി. ഇതിനെ ഞാൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ എത്ര എനർജി കിട്ടും? അപ്പോൾ എനർജി കാണാനുള്ള ഫോർമുല എം സി സ്ക്വയർ ആണ്. ഇവിടെ എം കിലോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഇത് ജൂൾസിലായിരിക്കും. എനർജിയുടെ യൂണിറ്റ് ജൂളാണേ, എം കിലോഗ്രാം ആണെങ്കിൽ. അപ്പോൾ എനർജിയുടെ ഫോർമുല എം സി സ്ക്വയർ ആണ്. ഇവിടെ എം ഈസ് 1.660539 ഇൻറ്റു 10⁻⁻27 ഇൻറ്റു സി സ്ക്വയർ. സി സ്ക്വയർ, സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ ഓൾ സ്ക്വയർ. ദിസ് മച്ച് ജൂൾസ് എനർജി കിട്ടും. നമ്മൾ എനർജീനെ നമ്മൾ വേറൊരു യൂണിറ്റാണ് പ്രിഫർ ചെയ്യുന്നത് ജൂൾസിന് പകരം, മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് കേട്ടിട്ടില്ലേ? ഇലക്ട്രോൺ വോൾട്ട് അതെന്താണ്? ഇലക്ട്രോൺ വോൾട്ട് 1 ഇലക്ട്രോൺ വോൾട്ട് എന്താണെന്ന് അറിയാമോ? 1 ഇലക്ട്രോൺ വോൾട്ട് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 × 10⁻⁻19 ജൂൾസ് ആണ്. പഠിച്ചിട്ടുണ്ടല്ലോ 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? അപ്പോൾ ഒരു ജൂൾ എത്രയാണ് അങ്ങനെയാണെങ്കിൽ? 1 ജൂൾ എത്രയാണ്? 1 ജൂൾ കാണണമെങ്കിലേ ഈ 1.6 × 10⁻⁻19 ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയാൽ മതി. ഈ നമ്പർ ലെഫ്റ്റിലോട്ട് എടുത്താൽ 1 ജൂൾ വിൽ ബി 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നോക്കിയേ. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ 1/1.6 × 10⁻⁻19 മൾട്ടിപ്ലൈ ചെയ്താൽ മതി ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ. ഇത് ജൂളാണല്ലേ, ഇതിനെ ഞാൻ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ പോവാണ്. ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത് 1.6 എടുത്താൽ മതിയേ. ഇൻറ്റു 10⁻⁻27 ഇൻറ്റു ഇത് സ്ക്വയർ ചെയ്താൽ 9 ഇൻറ്റു 10⁻⁸ സ്ക്വയർ 10⁻16 ജൂൾസ് അല്ലേ. 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. കാൽക്കുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചെയ്തു വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 931.5 ഇൻറ്റു 10⁻6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 10⁻6 മെഗായാണ് അല്ലേ. 10⁻6 പറയുന്ന പേര് മെഗാ എന്നാണ്.
ഇപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഒന്നുകൂടി എഴുതാം. 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. വളരെ ഹ്യൂജ് എനർജിയാണത്. അപ്പോൾ ഒരു സിംഗിൾ പ്രോട്ടോൺ അല്ലെങ്കിൽ സിംഗിൾ ന്യൂട്രോണിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ, അതായത് 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് കൺവേർട്ട് ടു എനർജി, എത്ര എനർജി കിട്ടും? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഇക്വലന്റ് ടു ഹൗ മച്ച് എനർജി? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇതൊന്നും അറിഞ്ഞിരിക്കണം.